മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും പിണറായി വിജയനുമായി ചർച്ച നടത്തും. ഇന്ന് കുമരകത്താണ് കൂടിക്കാഴ്ച. എം കെ സ്റ്റാലിൻ കൊച്ചിയിലെത്തി. എം കെ സ്റ്റാലിൻ ഉച്ചയോടെ കുമരകത്തെത്തും. നവീകരിച്ച പെരിയാർ സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിനാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എത്തുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, മുല്ലപ്പെരിയാർ വിഷയം തന്നെയാണോ കൂടിക്കാഴ്ചയിലെ പ്രധാന വിഷയം? രഞ്ജിത, ഇന്ന് കുമരകത്താണ് ഇരു മുഖ്യമന്ത്രിമാരുടെയും കൂടിക്കാഴ്ച നടക്കുക. നേരത്തെ തന്നെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട മുല്ലപ്പെരിയാറിന്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് കേരളത്തിന്റെ അനുമതിയില്ലാതെ സാധന സാമഗ്രികൾ ഇറക്കാൻ ശ്രമിച്ചതിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് തമിഴ്നാട് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെ അറിവോടെ ചില സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നിരുന്നാൽ പോലും കേരളത്തിൽ ആരും ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ അറ്റകുറ്റപ്പണിയെ തുടർന്നുണ്ടായ തർക്കത്തിലാണ് ഇന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതുമായി ചർച്ച നടത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, വൈക്കം സത്യഗ്രഹ ശതാബ്ദി സമാപനത്തിനായിട്ടാണ് ഇതുമായി കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് അതിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകുന്നേരം കോട്ടയത്തെത്തും. അതേ തുടർന്നാണ് അതിലാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടാവുക എന്നാണ് സ്റ്റാലിൻ. അത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം തമിഴ്നാട് നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. അതായത് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വനംവകുപ്പ് ഈ സാധന സാമഗ്രികൾ തടഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം തമിഴ്നാട് നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. ആ ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി ഈ കാര്യത്തിൽ ചർച്ച ചെയ്ത ശേഷം രമ്യത ഉണ്ടാക്കുമെന്ന് പറഞ്ഞത്. ഇത് മാത്രമല്ല, തമിഴ്നാടിന്റെ പൊതുമരാമത്ത് വകുപ്പാണ് ഈ സാധനങ്ങൾ കൊണ്ടുവന്നത്. പക്ഷെ കേരളത്തിന്റെ അനുമതിയോട് കൂടി മാത്രമേ മുല്ലപ്പെരിയാറിൽ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ കഴിയുകയുള്ളൂ. കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിന്റേതാണ്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്നുള്ളതാണ് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഇരു സംസ്ഥാനങ്ങളും മുന്നോട്ട് വെച്ചിരിക്കുന്ന ഡീൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ, അതായത് തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണിക്ക് മുതിർന്നപ്പോൾ കേരളത്തിലേക്ക് ഈ ലോറികൾ 2 ലോറികളിലാണ് മണൽ കൊണ്ടുവന്നത്. ഇത് അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ടെങ്കിൽ നേരത്തെ കേരളത്തെ അറിയിക്കണമെന്നുള്ള വ്യവസ്ഥ ലംഘിച്ചു തന്നെയാണ് തമിഴ്നാട് ഈ നീക്കം നടത്തിയത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് ഈ അണക്കെട്ടിലേക്ക് പെരിയാർ കടുവാ സങ്കേതത്തിലൂടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഡെപ്യൂട്ടി ഡയറക്ടറുടെ അനുമതി തമിഴ്നാട് വാങ്ങിയിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളം ലോറികൾ തടഞ്ഞിടുകയും ഒടുവിൽ അത് അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന സാഹചര്യം തമിഴ്നാട്ടിലുണ്ടായി. ചില സംഘടനകളെ കൂട്ടി തമിഴ്നാട് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭത്തിനൊക്കെ തയ്യാറായിരുന്നെങ്കിൽ പോലും, ഒരുങ്ങിയിരുന്നെങ്കിൽ പോലും അത് കേരളത്തിൽ ആരും അതേപ്പറ്റി മൈൻഡ് ചെയ്യാതിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതേസമയം വൈക്കത്തെ തന്തൈ പെരിയാർ സ്മാരകത്തിൽ ഇ വി രാമനായ്ക്കരുടെ പ്രതിമ ഉദ്ഘാടനവും, അതായത് പുതുക്കിയ പ്രതിമ ഉദ്ഘാടനവും എം കെ സ്റ്റാലിൻ നിർവഹിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1985 കേരള സംസ്ഥാനം തമിഴ്നാടിൽ നിന്ന് നൽകിയ, അതായത് 84 സെന്റ് സ്ഥലത്താണ്, വൈക്കത്ത് വലിയ കവലയിൽ നൽകിയ 84 സെന്റ് സ്ഥലത്താണ് തന്തൈ പെരിയാർ സ്മാരകം. അന്നത്തെ മുഖ്യമന്ത്രി എംജിആർ ആ സ്മാരകം പണിയാൻ തീരുമാനിച്ചിരുന്നത്. ആ കാലഘട്ടത്തിലാണ് ആ പ്രതിമയുടെ അനാച്ഛാദനം, അത് പുതുക്കിയ ശേഷമുള്ള അനാച്ഛാദനം കൂടിയാണ് എം കെ സ്റ്റാലിൻ നിർവഹിക്കുന്നത്.